ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ഒരു ചെറിയ പോയമാണ്. പോയം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത അല്ലേ? അപ്പോൾ നമ്മളുടെ കവിതയുടെ പേരെന്താണ്? ട്രീസ്. ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പോയത്തിനല്ലേ 3 സ്റ്റാൻസസ് ആണ് നോക്കിയാലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ കുറേ മരങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താണ് ഈ മരങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മരം ഏതാണ്? നീം. നീം എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പ് അല്ലേ? വേപ്പ് മരം. പീപ്പാൽ. എന്താണ് പീപ്പാൽ? പീപ്പാൽ എന്ന് പറഞ്ഞാൽ ആൽമരം. അതായത് നമ്മൾ പൊതുവേ ആൽമരം കാണാറ് ഈ ക്ഷേത്രങ്ങളുടെ ഒക്കെ അടുത്താണ്, അമ്പലത്തിൻ്റെ ഒക്കെ അടുത്താണ് അല്ലേ? ഇനി നെക്സ്റ്റ് മരം ഏതാണ്? ബനിയൻ. ബനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേരാലാണ്. ഈ ബാനിയൻ ട്രീക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ ആല് ഇല്ലേ, നോർമൽ പീപ്പാലിനെ പോലെയല്ല അതിൻ്റെ ഇലകൾ, വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ തടിയിലാണെങ്കിലും ഒരുപാട് വള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് കാണാം. ആ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ വരുന്ന കുറേ വള്ളി പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ ആ ഒരു വ്യത്യാസം അത് തമ്മിലുണ്ട് കേട്ടോ. ആലാണ് രണ്ടുമെങ്കിലും ആ വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് എന്താണ്? കോക്കനട്ട് അല്ലേ? കോക്കനട്ട് നമുക്കറിയാം. തേങ്ങ ഉണ്ടാവും എന്തിൻ്റെ മുകളിലാണ്? കോക്കനട്ട് ട്രീൻ്റെ മുകളിലാണ് അല്ലേ? അതായത് തെങ്ങിൻ്റെ മുകളിൽ. അതാണ് കോക്കനട്ട് എന്നോട് ഉദ്ദേശിക്കുന്ന തെങ്ങ്. മാംഗോ. മാംഗോ എന്താണ്? മാങ്ങ അല്ലേ? മാങ്ങ ഉണ്ടാവുക എന്തിൻ്റെ മുകളിലാണ്? മാവിൻ്റെ മുകളിൽ. അപ്പം മാങ്ങ നമുക്കറിയില്ലേ, മാവും നമുക്കറിയാം. പിന്നെ എന്താണ്? ബനാന. ബനാന എന്താണ്? പഴം അല്ലേ? വാഴ. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ടാമറിൻ. ടാമറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി. അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടില്ലേ, ആ പുളി നമ്മൾ എന്താണ് കഴിക്കുകയും ചെയ്യും. നല്ല പുളിയായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ ടാമറിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഗുൽമോഹർ. ഗുൽമോഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് നമുക്ക് കാണാം വലിയ മരങ്ങൾ, നിറയെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന വലിയ മരങ്ങളാണ് ഗുൽമോഹർ. പിന്നെ എന്താണ്? യൂക്കാലിപ്റ്റസ്. നമ്മളതിന് യൂക്കാലി മരങ്ങൾ എന്ന് പറയും. അത് നമ്മൾ ഈ തൈലം ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇലയ്ക്ക് നല്ല എന്താണ്? സുഗന്ധമാണ്. നെക്സ്റ്റ് ഏത് മരമാണ്? അശോക അല്ലേ? അശോക മരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ടാണ് കുഴിച്ചിടുക. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത്രയും മരങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ നീം, പീപ്പാൽ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്ത് പാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മരങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും നമ്മളുടെ നാട്ടിലും ഒക്കെ തന്നെയുള്ള മരങ്ങളാണല്ലേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് പാരൻസ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അവ തമ്മിലുള്ള വ്യത്യാസം, അവയുടെ ഇലകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, തടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ. സോ അത് പാരൻസ് കാണിച്ചു കൊടുക്കുക കേട്ടോ. ട്രീസ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം കുറഞ്ഞ അല്ലേ, ചെറിയ മരങ്ങൾ. പിന്നെ എന്താണ്? ട്രീസ് ടോൾ, അതായത് ഉയരം കൂടിയ മരങ്ങളുണ്ട്. പിന്നെ എന്താണ്? ട്രീസ് ലാർജ്, വലിയ മരങ്ങളുണ്ട്. പിന്നെയോ ട്രീസ് സ്മോൾ, ചെറിയ മരങ്ങളും ഉണ്ട്. പിന്നെയോ ട്രീസ് ആർ ഹോംസ് ഫോർ ബേർഡ്സ് ആൻഡ് ബീസ്. എന്താ പറയുന്നത്? ട്രീസ് ആർ ഹോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങൾ. ഹോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടല്ലേ, വീടാണ്. ഹോംസ് ആണ് ആർക്കൊക്കെ? ഫോർ ബേർഡ്സ് ആൻഡ് ബീസ്. ബേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളികളല്ലേ, കിളികൾക്കും. അതേപോലെ ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ചകൾ. അതേപോലെ പല പല ചെറിയ ചെറിയ ജീവികൾക്കും ട്രീസ്, അതായത് മരങ്ങൾ എന്താണ്? വീടാണ് അല്ലേ. അവരുടെ അഭയസ്ഥാനമാണ് എന്ത്? മരം എന്ന് പറയുന്നത് അല്ലേ. ട്രീസ് ഡാൻസ് സ്വേ ഇൻ ദ ബ്രീസ്. എന്താ പറയുന്നത്? സ്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകുക, ബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ്. അപ്പം ട്രീസ് ഡാൻസ് സ്വേ ഇൻ ദ ബ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരങ്ങളുടെ ഇലകൾ കാറ്റത്ത് ഇങ്ങനെ ഇളകുന്ന സമയത്ത് ട്രീസ് ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നിക്കും. അതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് താഴെ നീം, പീപ്പാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റാൻസ നമ്മൾ ഈ ഒരു സ്റ്റാൻസ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ട്രീസ് ലഷ്. ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൃദ്ധമായ അല്ലെങ്കിൽ ഇടതൂർന്ന എന്നുള്ള അർത്ഥമാണ്. അതായത് നിറയെ ഇലകളുള്ള, അതായത് തിങ്ങി നിറഞ്ഞിങ്ങനെ ഇലകളുള്ള മരങ്ങളുണ്ട്. പിന്നെ എന്താണ്? ട്രീസ് ബെയർ, അതായത് ഇലകൾ കുറവുള്ള അങ്ങനത്തെ മരങ്ങളും ഉണ്ട്. പിന്നെ എന്താണ്? ട്രീസ് കൂൾ ആൻഡ് ക്ലീൻ ദ എയർ. എന്താ പറയുന്നത്? എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വായു അല്ലേ. അപ്പോൾ ട്രീസ് കൂൾ ആൻഡ് ക്ലീൻ ദ എയർ എന്ന് പറഞ്ഞാൽ ട്രീസ്, മരങ്ങൾ വായുവിനെ കൂളാക്കും, തണുപ്പിക്കുകയും അതുപോലെ ക്ലീൻ ആക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ മരങ്ങൾ എന്ന് പറയാണ്.
പിന്നെന്താ പറയുന്നത്, പ്ലാന്റ് ട്രീസ് എവ്രിവെയർ. ഇനി നമ്മളോട് പറയുന്നതാണ് കേട്ടോ. എന്താണ് പറയുന്നത്, പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുഴിച്ചിടുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ട്രീസ് എവ്രിവെയർ, എല്ലായിടത്തും. എവ്രിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മരങ്ങൾ കുഴിച്ചിടുക, അതായത് തൈ നടുക എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ പ്രകൃതിനെ അതേപോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നല്ല സമൃദ്ധമായിട്ട് നമ്മളുടെ പ്രകൃതിനെ കാണാൻ വേണ്ടിയിട്ട്. ഫോർ ട്രീസ് ആർ പ്രഷ്യസ് ഫ്രണ്ട്സ് റെയർ. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വിലയേറിയ, വിലപിടിപ്പുള്ള, അമൂല്യമായ എന്നൊക്കെയാണ് പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ മീനിങ് വരുന്നത്. ഫോർ ട്രീസ് ആർ പ്രഷ്യസ് ഫ്രണ്ട്സ് റെയർ. അപ്പം റെയർ ആയിട്ടുള്ള, അപൂർവമായിട്ടുള്ള നല്ല അമൂല്യമായ ഫ്രണ്ട്സാണ് നമ്മളുടെ ട്രീസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ പ്രകൃതിനെ എന്താണ് സമ്പന്നമായി നിലനിർത്തണമെങ്കിൽ എന്ത് വേണം, നമുക്ക് നിറയെ മരങ്ങൾ വേണം അല്ലേ. അപ്പം നമ്മളോട് എന്താണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറയാണ്. പിന്നെ താഴെ വീണ്ടും മീൻ പീപ്പാലിന് കൊടുത്തിട്ടുണ്ട്, അത് ഫസ്റ്റ് ആൻസർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.